അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഒപ്റ്റിമം പ്രഷർ റേഷ്യോ ആണ്. പ്രഷർ റേഷ്യോ എന്താണെന്ന് നമുക്കറിയാം. പ്രഷർ റേഷ്യോ ആർ പി ഇസിക്കൽ ടു P2/P1. അതായത് ഗ്യാസ് ടർബൈൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ആകെ രണ്ട് പ്രഷേഴ്സ് മാത്രമേ അത് വരുന്നുള്ളൂ. കംപ്രസറിൻ്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പ്രഷർ. കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പ്രഷർ P2 തന്നെയാണ് നമ്മൾ ഹീറ്റ് അഡീഷനും ചെയ്യുന്നത്. ദെൻ ടർബൈൻ്റെ എക്സ്പാൻഷൻ കഴിയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് തിരിച്ച് P1 എന്ന് പറയുന്ന ഇനിഷ്യൽ പ്രഷറിൽ എത്തുമെന്നാണ്. ഓക്കെ, സോ ആകെ രണ്ട് പ്രഷേഴ്സ് മാത്രമേ ഇവിടെ എൻകൗണ്ടർ ചെയ്യുന്നുള്ളൂ. സോ ഇതിൻ്റെ റേഷ്യോ, അതായത് P2/P1 എന്ന റേഷ്യോ ആണ് നമ്മൾ പ്രഷർ റേഷ്യോ RP ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒപ്റ്റിമം പ്രഷർ റേഷ്യോ അണ്ടറിലുള്ള ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ റേഷ്യോയും എഫിഷ്യൻസി ഓഫ് ബ്രൈറ്റൺ സൈക്കിളും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ പ്രഷർ റേഷ്യോയുടെ ഒരു ഒപ്റ്റിമം വാല്യൂ എത്രയാണെന്നുള്ളത്. ഓക്കെ, സോ ബ്രൈറ്റൺ സൈക്കിളിൻ്റെ എഫിഷ്യൻസി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു. ഈറ്റ ബ്രൈറ്റൺ ഈസ് ഈക്വൽ ടു 1-1/RP⁻Γ-1/Γ. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണത്. സോ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 1-1 ആണ് RPയുടെ ടേം കിടക്കുന്നത്, അല്ലേ? അതായത് RP എന്ന് പറയുന്ന ടേം, പ്രഷർ റേഷ്യോ എന്ന് പറയുന്ന ടേം ഇൻക്രീസ് ചെയ്താൽ, P2/P1 എന്ന് പറയുന്ന റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഡെറിവേഷൻ്റെ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ വാല്യൂ കുറഞ്ഞു വരും, അല്ലേ? RPയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും 1/RPയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ദെൻ ഈറ്റ ബ്രൈറ്റൻ്റെ ഇക്വേഷനകത്ത് 1- ആണ് ഈ സെക്കൻഡ് ടേം വരുന്നത്. ഒരു എഫിഷ്യൻസി ഏറ്റവും മാക്സിമം ആവുന്ന എപ്പോഴാണ്? 100% ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും മാക്സിമം എഫിഷ്യൻസി. അതായത് 100% ആകുമ്പോഴത്തേക്കും 1 എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ 1- ഉള്ള വാല്യൂ എത്രത്തോളം ചെറുതാവുന്നു അത്രത്തോളം ഈറ്റയുടെ വാല്യൂ 100നോട് അടുക്കുന്നു, അല്ലെങ്കിൽ 1നോട് മാക്സിമം ചേർന്നു എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, സോ RPയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈറ്റ ബ്രൈറ്റൺ എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. ക്ലിയർ? ദെൻ എഫിഷ്യൻസി ഓഫ് ബ്രൈറ്റൺ സൈക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രഷർ റേഷ്യോ. നമുക്ക് ആ റിലേഷൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ദെൻ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ RP. ദെൻ RP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് P2/P1. ഇത് റേഷ്യോസ് നോക്കിക്കഴിഞ്ഞാൽ P2 ആൻഡ് P1. P1 എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ. അതായത് എയർ നമ്മൾ കംപ്രസറിലേക്ക് ഡ്രോ ചെയ്യുന്നത് ഫ്രം അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അല്ലേ? അപ്പോൾ അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 എന്ന പ്രഷറാണ്. ദെൻ P2 എന്ന് പറയുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പ്രഷർ. ഈ P2/P1 എന്ന റേഷ്യോ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ P2ൻ്റെ വാല്യൂ റൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. P1 ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. P2ൻ്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ അങ്ങനെ വെറുതെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും പ്രഷറിനൊപ്പം തന്നെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ദെൻ നമ്മൾ ഈ കംപ്രസ് ചെയ്ത ഗ്യാസ് ഹീറ്റ് അഡിഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം ടർബൈൻ്റെ ബ്ലേഡ്സിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ടർബൈൻ്റെ ബ്ലേഡ്സിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ ഉണ്ടാവും, അല്ലേ? നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 to 2 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്തു. ദെൻ 2 to 3 വരെ നമ്മളൊരു ഹീറ്റ് അഡിഷൻ കൊടുക്കുന്നുണ്ട്. ഈ 3 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് ആ ടർബൈൻ ബ്ലേഡ്സിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ, ഇനി ഇൻ കേസ് നമ്മളിപ്പം ഹീറ്റ് അഡിഷൻ ഒന്നും ഇല്ലയെന്ന് തന്നെ വിചാരിക്കുക, നമ്മൾ ഹീറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P2ന് വരാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ 3 എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എപ്പോഴാണോ അച്ചീവ് ചെയ്യുന്നത് അവിടുത്തെ പ്രഷറാണ്. അതായത് ഈ 1 to 2 പ്രോസസ്സിങ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി ഈ 3 വരുന്ന പോയിൻ്റ് എത്തുന്ന പോയിൻ്റ് ആയിരിക്കും P2ന് എത്തിക്കാവുന്ന മാക്സിമം പോയിൻറ്റ്. പക്ഷേ അങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല. കാരണം കംപ്രസ് ചെയ്ത എത്ര എനർജി തന്നെ തിരിച്ച് ടർബൈനിലും വേണ്ടി വരും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമ്മളൊരു എക്സ്ട്രാ ഹീറ്റ് അഡിഷൻ ഇല്ല, അതായത് ഫ്യൂവൽ ബേൺ ചെയ്യാൻ നമുക്ക് അവിടെ എന്തായാലും വർക്ക് കിട്ടത്തില്ല. ഓക്കെ, എന്നാലും ഐഡിയലി പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും ഏറ്റവും മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ. അതായത് ഹീറ്റും കൂടി ആഡ് ചെയ്തതിന് ശേഷം വരാൻ പറ്റുന്ന ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ. ഓർ ഇൻ അതർ ടേംസ്, ടർബൈൻ്റെ ബ്ലേഡ്സിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറായിരിക്കും P2ൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞു, ടർബൈൻ്റെ ബ്ലേഡ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ. ഓക്കെ, അതായത് ആ ലിമിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു പ്രഷർ എന്ന് പറയുന്ന ടേംസിനെക്കാളും കൂടുതലായിട്ട് ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനാണ്. ഒപ്റ്റിമം പ്രഷർ റേഷ്യോ അല്ലെങ്കിൽ പ്രഷർ റേഷ്യോയുടെ ഏറ്റവും മാക്സിമം വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടർബൈൻ്റെ ബ്ലേഡ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചറും ദെൻ ഇൻലെറ്റ് P1ലെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയൻറ്റ് ടെമ്പറേച്ചറും. അപ്പം T1 ആൻഡ്
T3 എന്ന് പറയുന്ന ടെമ്പറേച്ചേഴ്സ് ആയിരിക്കണം ഐഡിയലി നമ്മുടെ ഒപ്റ്റിമം പ്രഷർ റേഷ്യോ അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ബ്രൈറ്റൺ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ടേം. ഓക്കെ, ദാറ്റ് ഈസ് ദ മാക്സിമം എഫിഷ്യൻസി ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് ദി ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് ടെമ്പറേച്ചർ. ലിമിറ്റിംഗ് വാല്യൂ വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ മിനിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ്സിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചറും ആയിരിക്കും. ഓക്കെ, ലെറ്റ് T1 be the ambient temperature and T3 be the maximum temperature the blades can withstand. അങ്ങനെയാണെങ്കിൽ വർക്ക് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അതായത് വർക്ക് ഫ്രം ദ ടർബൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. ദെൻ അതിൻ്റെ ഇക്വേഷൻ MCP ടേംസിൽ എഴുതി കഴിഞ്ഞാൽ MCP T3 - T2. MCP T3 - T2 എന്ന് പറയുന്നത് ഹീറ്റ് അഡിഷനും T4 - T1 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷനും. ഇതിൻ്റെ ഡിഫറൻസ് വരുന്നതായിരിക്കണം നമുക്ക് വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 3 to 4 പ്രോസസ്സിൽ. ഓക്കെ, ദെൻ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ ഇങ്ങനെ വരും MCP T3 - T4. അത് ഈ T4നെ ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു, ഈ T2നെ ഇങ്ങോട്ട് മാറ്റിയും പ്ലേസ് ചെയ്തു. ഓക്കെ, സെയിം ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ദെൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ MCP T3 - T4 - T2 + T1 എന്നൊന്ന് ടോട്ടലായിട്ടുള്ള ടേംസ് വരും. ദെൻ ആ ഇക്വേഷന് ഞാൻ ഈ ഒരു ഫോമാറ്റിൽ എഴുതുവാണ് MCP T3, അതായത് T3 - T4 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേമിൽ നിന്ന് ഞാനൊരു T3 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഇവിടെ T3 വരുമ്പോഴത്തേക്കും ഇവിടെ ബാലൻസ് 1 മാത്രം വരും. T4 ഇക്വേഷനകത്ത് ഞാൻ T3 എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിവൈഡഡ് ബൈ T3 കൂടെ വരും. ഓക്കെ, സോ T3 × 1 - T4 / T3 എന്ന് വരും. ദെൻ മൈനസ് ഓഫ് അടുത്ത ഇക്വേഷൻ വെച്ചാൽ T2 - T1 ആണ്. ആ ഇക്വേഷനിൽ ഞാനൊരു T1നെയാണ് പുറത്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും, T2 / T1 മൈനസ് T1 ഉള്ള 1 ആണ് പുറത്തെടുത്തേക്കുന്നത്. സോ വിൽ ബി ഹാവിങ് എ 1. ക്ലിയർ? ദെൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു T4 / T3 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അതായത് P2 / P1 = RP പ്രഷർ റേഷ്യോ ആണെന്ന് എഴുതിയിരുന്നു. ദെൻ T2 / T1 എന്ന് പറഞ്ഞാൽ P2 / P1 raised to gamma - 1 / gamma ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ റിലേഷൻ. നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്ത ടേംസ് ആണ് T2 / T1 = RP raised to gamma - 1 / gamma എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ T3 / T4 എന്ന് പറഞ്ഞാലും RP raised to gamma - 1 / gamma ആണ്. സോ ഇവിടെ നമുക്ക് T4 / T3 ആയതുകൊണ്ട് വിൽ ഗെറ്റ് 1 / RP raised to gamma - 1 / gamma. ഓക്കെ, ദെൻ ഈ ഇക്വേഷനിൽ MCP എന്ന് പറഞ്ഞ ടേം കോമൺ ആയിട്ടുന്ന ടേം ഞാൻ അതിന് പകരം K എന്നൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ gamma - 1 / gamma എന്ന ടേമിന് പകരം gamma - 1 / gamma എന്ന ടേമിന് പകരം ഞാൻ Z എന്നൊരു കോൺസ്റ്റൻറ്റും കൂടെ ഡിഫൈൻ ചെയ്യുവാണ്. സോ ആ രണ്ട് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഇക്വേഷൻ ബിക്കംസ് W turbine = K × MCPക്ക് പകരമാണ് K T3 1 - 1 / RP raised to Z മൈനസ് T1 × RP raised to Z -1 എന്ന് കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ എഴുതിക്കുന്നുള്ളൂ W ടർബൈൻ്റെ ഇക്വേഷൻ. ദെൻ ഇതിൻ്റെ ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ, അതായത് ഒരു ഞാൻ നേരത്തെ നമ്മൾ ഡെറിവ് തുടങ്ങിയപ്പോഴത്തേക്കും ഒപ്റ്റിമം പ്രഷർ റേഷ്യോ P2 / P1ൻ്റെ ഒപ്റ്റിമം ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. വെറുതെ നമുക്കങ്ങനെ P2 എന്ന പ്രഷർ ഇൻക്രീസ് കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ബ്ലേഡ്സിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ്. T3 എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതുകൊണ്ട് നമ്മൾ T3യുടെയും T1ൻ്റെയും ടേംസിൽ എഴുതിയിട്ട് ഇതിൻ്റെ ഒരു മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം വാല്യൂ എത്രയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ കിട്ടിയിരിക്കുന്നതാണ് W ഫ്രം ദ ടർബൈൻ. ഈ ടർബൈന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എത്രയാണെന്ന് അറിയാൻ നമ്മൾ ഈ ഇക്വേഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് T1 ആൻഡ് T3 എന്ന് പറഞ്ഞ രണ്ട് ടെമ്പറേച്ചേഴ്സ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. T1 എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും T3 എന്ന് പറഞ്ഞാൽ ബ്ലേഡ്സിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചറും. ദെൻ Z എന്ന് പറയുന്നത് gamma - 1 / gamma, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ദെൻ വേരിയബിൾ ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ RP ആണ്. അതായത് P2 / P1 എന്ന് പറയുന്ന റേഷ്യോയ്ക്കാണ് ആകെ വേരി ചെയ്യാൻ പറ്റാവുന്നൊരു കമ്പോണൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു RPയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 1 / RP raised to Z മൈനസ് ഓഫ് 1 / RP raised to Z എന്ന ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് Z / RP the whole raised to Z plus 1. ശരിക്കും -Z / RP whole raised to Z plus 1 എന്നാണ് വരുന്നത്. അതിൽ മൈനസും ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ചേർത്താണ് പ്ലസ് വരുന്നത്. ദെൻ T3 കോമൺ ആയിട്ട് വെളിയിലുണ്ടായിരുന്നു. സോ
this becomes T3 into Z divided by RP raised to Z plus 1. Then second term Z RP. Okay, അപ്പോൾ അത് വരും RP raised to Z എങ്ങനെ വരും Z RP raised to Z minus 1 എന്ന് വരും. ദെൻ ഈ വരുന്ന മൈനസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. T1ൻ്റെ വാല്യൂ അവിടെ ഉണ്ട്. ഓക്കെ, സോ ഈ ഇക്വേഷൻ്റെ ഇത്രയും പോർഷന് നമുക്ക് സീറോക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, എന്തായാലും സീറോ ആവത്തില്ല. സോ T3 into Z by RP raised to Z plus 1 minus T1 into Z RP whole raised to Z minus 1 is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? T3 into Z by RP raised to Z plus 1 is equal to T1 into Z RP raised to Z minus 1 എന്ന് വരും. ഇതിൽ നിന്ന് T3 by T1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? T3 by T1 റിമൈൻഡർ ഉള്ളത് Z RP raised to Z minus 1 divided by Z by RP raised to Z plus 1. ഓക്കെ, Z ആൻഡ് Z ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് റിമൈൻഡർ വരുന്നത് RP raised to Z minus 1 ഇൻറ്റു RP raised to Z plus 1 എന്നായിരിക്കും. ഓക്കെ, അഗെയിൻ -1 + 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ RP raised to 2Z എന്ന് വരും. ക്ലിയർ? അതായത് ഫോർ ദി മാക്സിമം ടർബൈൻ വർക്ക് T3 by T1 എന്ന് പറയുന്ന റേഷ്യോ ഷുഡ് ബി ഈക്വൽ ടു RP raised to 2Z ആയിരിക്കണം. ഓർ തിരിച്ച് പറയുവാണെങ്കിൽ RP is equal to T3 by T1 the whole raised to 1 by 2Z എന്ന് പറയുന്നതാണ് നമ്മുടെ മാക്സിമം വർക്കിൻ്റെ കണ്ടീഷൻ. അതായത് പ്രഷർ റേഷ്യോ P2 by P1 കൊടുക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിമിറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ആയ T3 by T1 റേഷ്യോസിൻ്റെ ടേംസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ 1 by 2Z ഇസഡിന് പകരം അതിൻ്റെ ഒറിജിനൽ വാല്യൂ, അതായത് ഗാമ മൈനസ് 1 by ഗാമയ്ക്ക് പകരമാണ് നമ്മൾ ഇസഡ് കൊടുത്തിരുന്നത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇങ്ങനെ വരും T3 by T1 ഇൻറ്റു 1 by 2 ഇസഡിന് പകരമാണ് ഗാമ മൈനസ് 1 by ഗാമ. സോ ഡിനോമിനേറ്ററിലെ ഗാമയും കൂടെ മുകളിൽ പോയിട്ട് ഫൈനൽ ഇക്വേഷൻ ബിക്കംസ് RP is equal to T3 by T1 the whole raised to ഗാമ by 2 ഗാമ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ദി ഒപ്റ്റിമം പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞ കാര്യം മാക്സിമം ടർബൈൻ വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ റേഷ്യോ നമുക്ക് ലിമിറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ആയ T1ൻ്റെയും T3യുടെയും ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഗാമ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, ദറ്റ് ഈസ് ദ പ്രഷർ റേഷ്യോ RP ഫോർ മാക്സിമം വർക്ക് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി ലിമിറ്റിംഗ് ടെമ്പറേച്ചർ റേഷ്യോ. ഇത് മോസ്റ്റ്ലി ഡെറിവേഷനായിട്ടാണ് ചോദിക്കാറുള്ളത്. കണ്ടീഷൻ ഫോർ മാക്സിമം ടർബൈൻ വർക്ക് വിത്ത് റെസ്പെക്ട് ടു ലിമിറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിമം പ്രഷർ റേഷ്യോ എന്താണ് എന്ന രീതിയിലേക്കാണ് ചോദിക്കാറുള്ളത്. മനസ്സിലായല്ലോ?